അല്ല ഭയങ്കരമായ അമിത പ്രതീക്ഷകളൊക്കെ വന്നിട്ട് എന്റെ അമ്മ അതിന്റെ ഇടയ്ക്ക് പാരമ്പ വെടി ഓടിക്കുന്നു. അല്ല എങ്ങനെ ഉണ്ടാവും ചേട്ടാ പടം? കിരിഞ്ഞേട്ട അഭിപ്രായത്തിൽ പറ. പടം ഹിറ്റാവാനാണ് ചാൻസ്. ഇങ്ങനെയല്ലല്ലോ എത്ര നേരം പറഞ്ഞത്. അല്ല അമിത പ്രതീക്ഷയായിട്ട് ഒന്നും പടങ്ങള് ഫ്ലോപ്പ് ആവാറുണ്ട് കൊറേ. ഇത് നമ്മള് കഴിവിലതൊക്കെ വിശ്വസിക്കുന്നല്ലോ, പൃഥ്വിരാജിന്റെ കഴിവും ലൂസിഫറിന്റെ ആദ്യത്തെ പതിപ്പിന്റെ മമ്മൂട്ടി ഫാനായിരിക്കും അവൻ. എന്താ പറഞ്ഞേ? അവൻ ഇത്ര ഹൈപ്പാണ്ട് കുശുമ്പടിച്ച് പറയുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ കേട്ടത് എൻ്റെ ഹാർഡ് കോർ മോഹൻലാൽ ഫാനായിട്ടുള്ള ഹസ്ബൻഡിൻ്റെ സിനിമയ്ക്ക് മുമ്പുള്ള റിവ്യൂ ആണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ എന്നത്തെയും പോലെ ടിക്കറ്റ് എടുത്ത് ലേറ്റായിട്ട് തിയേറ്ററിലേക്ക് ഓടിക്കയറുന്ന സീനാണ്. ഞങ്ങളുണ്ട്, ബ്രദറുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് സിനിമ കാണാനായിട്ട്. അപ്പം എനിക്ക് ലൂസിഫർ അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമയല്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ തരാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനൊരു മോഹൻലാൽ ഹേറ്ററും അല്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞോളാടാ. ഇഷ്ടായി, അതെനിക്ക് ഇഷ്ടായി. ജ്യേഷ്ഠന്റെ അവസാനത്തെ സിനിമ ആണല്ലോ എനിക്കിത്. മഞ്ജു വാര്യർ ശശിയാണ്. മഞ്ജു വാര്യർ അപ്പോൾ ഫസ്റ്റ് ഹാഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് ഒരു വാർ സീനിലാണ്. വാർ സീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫൈറ്റിംഗ് സീനാണ്. ആ സീനിൽ ഒരു ഡയറക്ടറിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഒന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന, ഡയറക്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സീനാണത്. അതിൽ ഫസ്റ്റ് ഹാഫിലെ എല്ലാ സീൻസും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു 1.5 hour കഴിയുമ്പോൾ ഒരു സീനുണ്ട്, ഒരു ഹെലികോപ്റ്ററിനൊക്കെ. അത് ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ വരുന്നൊരു സീനുണ്ട്. ആ സീനൊക്കെ ശരിക്കും നിങ്ങളൊരു ലാലേട്ടൻ ഫാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാണ്. എന്നുവെച്ചാൽ അത്രയും ഗൂസ് ബംസ് വരും, നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സീനാണത്. അതൊരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ അതേപോലെ കുറേ സീൻസ് ഫസ്റ്റ് ഹാഫിലുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു പക്ക എൻ്റർടൈനർ, കൊമേഴ്ഷ്യൽ മൂവിക്ക് പറ്റിയ എല്ലാ ചേരുവകളും ഉള്ള ഒരു മൂവിയാണ് ഫസ്റ്റ് ഹാഫ്. വീട്ടിൽ പോയതിനു ശേഷം ജ്യേഷ്ഠൻ ജയിലർ സിനിമ എന്താ ജ്യേഷ്ഠൻ പറയുള്ളൂ? അപ്പൊ ജ്യേഷ്ഠൻ അവിടെ ഇരിക്കണം വീട്ടില്. ചേട്ടാ ഒരു റിവ്യൂ പറയൂ ചേട്ടാ. ഒരു ചേട്ടൻ മലയാളിയല്ലേ? ആണോ? ആ ചേട്ടാ ഒരു റിവ്യൂ പറയൂ. ഇതെന്താ എനിക്ക് പിന്നെ ഈ മൂവിയുടെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോർഷനും സെക്കൻഡ് പോർഷനും ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ഫിലിം പോലെയാണ് നമുക്ക് കുറച്ചൊക്കെ തോന്നുക. അതെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ 2 ഡിഫറെൻറ്റ് അപ്പിയറൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടി മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും ചിലപ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അത്ര ഫീലിംഗ് അല്ലാത്ത അങ്ങനെയൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ കൂടുതലായിട്ടുള്ളത്. പിന്നെ മഞ്ജു വാര്യറിൻ്റെ ഒരു സെക്കൻഡ് അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അത്ര അപ്പീലിംഗ് ആയിട്ടൊന്നും തോന്നില്ല. ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇത്തിരി എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ഒരു സീൻസാണ്. അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അല്ലാതെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള സീൻസ് അല്ല അതൊന്നും. പിന്നെ ലാസ്റ്റ് ഒരു ഹിൻ്റ് ഉണ്ട്, എന്തായാലും ലൂസിഫർ 3 ഇറങ്ങും. ഈ സിനിമ പൊളിഞ്ഞാലും പൊളിഞ്ഞില്ലേലും ലൂസിഫർ 3 ഇറക്കേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു എൻഡ് നിൽക്കുന്നത്. ഒരു ചെറിയൊരു സസ്പെൻസും ഒരു ചെറിയ ട്വിസ്റ്റും പോലെയൊക്കെ തോന്നുന്ന ഒരു എൻഡാണ് ഇതിൻ്റെ. അപ്പോൾ എന്തായാലും ഒരു ലൂസിഫർ 3 ഉണ്ട്. മോഹൻലാൽ ഫാൻസ് ആരും പേടിക്കണ്ട. എന്തായാലും ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ ലൂസിഫർ 3 ഇറങ്ങും. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.